ഇപ്പോൾ കുറേ ആയിട്ട് കുക്കിംഗ് വീഡിയോസ് ആയ കാരണം തോന്നുന്നു കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഡെയിലി വ്ലോഗ് നിർത്തിയോ, നിർത്തല്ലേ, കാണാൻ രസമുണ്ട്, ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഡെയിലി വ്ലോഗ് അല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഇതുപോലത്തെ ഒരു ശീലമുണ്ടോ നിങ്ങൾക്ക്, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ടിക്ക് ഇടുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്. ഇത് ഞാൻ ശരിക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഇതില്ലാണ്ട് എനിക്കൊരു ദിവസം നീക്കാൻ പറ്റില്ല, കാരണം ടൈം മാനേജ്മെൻറ്റ് അത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ മറന്നു പോണ കാര്യങ്ങളൊക്കെ അപ്പം എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ റെസിപ്പി, ഒരു ചിക്കൻ വെജ് സൂപ്പാണ്. എൻ്റെ മോൾക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ കുറച്ച് സെലക്റ്റഡ് വെജീസ് അവൾ കഴിക്കില്ല, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വേവിച്ച് പ്യൂരി ആക്കിയിട്ട് ഞാൻ ഈ സൂപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള വെജീസ് സോർട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ പൊട്ടാറ്റോ ക്യാരറ്റ് ഒന്നും കുഴപ്പമില്ല, അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കഴിക്കാത്തതായിട്ടുള്ള പയർ, ക്യാപ്സിക്കം ഒക്കെ ഞാൻ പ്യൂരി ആക്കിയിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കോൺ ഇഷ്ടമാണ്, അപ്പോൾ അതും ചേർത്ത് കുറച്ച് സോയാ സോസും പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് സൂപ്പ് മിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതില്ലെങ്കിൽ നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഒരു എഗ്ഗ് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ഇതിലേക്ക് കുറച്ച് നൂഡിൽസ് എൻ്റെ കയ്യിലുള്ള കാരണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത്ര മാത്രം മതി. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹെൽത്തി സൂപ്പാണ്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മോള് സ്കൂളിൽ പോയിക്കാണ്, സ്കൂൾ വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കണം. എന്നും ഇങ്ങനെ പുട്ട് ദോശയൊക്കെ കൊടുക്കണം, അവരൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടപ്പോൾ. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്.